നമസ്കാരം. എൻ്റെ പേര് മുഹമ്മദ് അലി. എൻ്റെ വീട് അവ്യൂര് കുന്നിയൂർ പഞ്ചായത്തിൽ. ഞാൻ ഇന്ന് നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ പോകുന്നത് ബയോഗ്യാസിനെ കുറിച്ചാണ്. എൻ്റെ വീട്ടിൽ ഇന്നിപ്പോൾ നമ്മൾ ഗ്യാസിന് വേണ്ടി എല്ലാവരും നെട്ടോട്ട് ഓടുമ്പോൾ ഞങ്ങൾ 9 വർഷമായിട്ട് ഞാൻ ഉണ്ടാക്കിയൊരു പ്ലാന്റ് ഉണ്ട്. വലിയൊരു പ്ലാന്റാണ്. 5 വീടാണ് ഞങ്ങൾ ഉപയോഗിക്കുന്നത്. ഞങ്ങൾ ജ്യേഷ്ഠനന്മാർ 3 പേരും പുറത്തുള്ള 2 വീടും. അത് ഗ്യാസ് ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെയും ബാക്കിയാണ്. ചില സമയങ്ങളിലൊക്കെ ഞങ്ങൾ തുറന്ന് കളയും. കാരണം ഇത് ഗ്യാസ് നിറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റാത്തൊരവസ്ഥ വരുമ്പോൾ നമ്മൾ തുറന്ന് കളയും. അപ്പോൾ നിങ്ങൾക്ക് ഞാൻ അതിനെക്കുറിച്ച് ഒന്ന് പരിചയപ്പെടുത്തി തരാം. ഇതാണ് നമ്മൾ വേസ്റ്റ് ഇടുന്ന സ്ഥലം. ഇതിലേക്ക് വേസ്റ്റ് ഇട്ട് നമ്മൾ ഈ വെള്ളം ഇതിലേക്ക് അടിച്ച് ഇതിൽ താഴ്ന്നു പോയി കഴിഞ്ഞാൽ അങ്ങോട്ട് പോകും. അപ്പോൾ ഇത് അറവുശാലയിലെ മാലിന്യമാണ്. അതാണ് മെയിൻ പ്ലാന്റ്, ഗ്യാസ് ഉൽപാദനം. ഇതിൽ ഇപ്പോൾ 2 പൈപ്പ്, ഒരെണ്ണം ഞങ്ങളുടെ 3 ജ്യേഷ്ഠന്മാർക്കും, ഒരെണ്ണം ഈ തൊട്ടടുത്ത 2 വീട്ടിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇപ്പം ഞങ്ങളുടെ ആവശ്യം കഴിഞ്ഞിട്ട് പിന്നെ ഈ വേസ്റ്റ് ഇറങ്ങാതെ വരുമ്പോൾ ഈ ഗ്യാസ് തുറന്ന് കളയും. ഇതൊരു 3/4 ഇഞ്ചിൻ്റെ പൈപ്പാണ്. ഇതൊരു അരമണിക്കൂറൊക്കെ ഞാൻ തുറന്ന് കളയും. അപ്പോഴാണ് ഈ ഗ്യാസ് നമുക്ക് വേസ്റ്റ് ഇടാൻ പറ്റുള്ളൂ. ഇത്ര ഇതിലാണ് ഇത് തുറന്ന് കളഞ്ഞിട്ടുള്ളത്. ഇതാണ് അത് ഗ്യാസ് ഉൽപാദനം. അത് അവിടെ നിന്ന് അതിന്റെ വേസ്റ്റ് ഇതിലോട്ട് വരുന്നത് ഈ ഇതിലേക്ക്. ഇതിന് ശേഷമാണ് സ്ലറി ഈ ടാങ്കിലേക്ക് വരുന്നത്. ഈ ടാങ്കിൽ നിന്ന് ഞങ്ങൾ ഇത് കൃഷിക്കും മറ്റൊക്കെ ആവശ്യങ്ങൾക്കായിട്ട് ഉപയോഗിക്കുന്നത്. പിന്നെ ആരും നമ്മളെ അടുത്ത സുഹൃത്തുക്കളൊക്കെ വന്നാൽ അവർക്ക് ഡ്രം നിറച്ച് ഓരോ കൃഷി സ്ഥലത്തേക്ക് കൊണ്ടുപോകുന്നുണ്ട്. ഞാൻ നെൽകൃഷി ചെയ്യുന്നത് ഈ ഒരു ബയോഗ്യാസിന്റെ സ്ലറി ഉപയോഗിച്ചിട്ടാണ്. ഇനി പച്ചക്കറി ചെയ്യുന്നത് ഞാൻ കാണിച്ചു തരാം. ഇതാണ് ഞാൻ ചെയ്തിരിക്കുന്ന പച്ചക്കറി. പിന്നെ കൃഷികളെല്ലാതും ഉണ്ട്. തണ്ണിമത്ത ഉണ്ട്, വെള്ളരി, എല്ലാതും ഉണ്ട്. ഇതൊക്കെ ബയോഗ്യാസിന്റെ സ്ലറി മറ്റേ വെള്ളം കൂടെ മിക്സ് ആക്കിയിട്ടാണ് ഞങ്ങൾ ഇത് ഒക്കെ ചെയ്യുന്നത്. വാഴ ഉണ്ട്. എൻ്റെ ഫാമാണ്. ഈ വേസ്റ്റ് കിട്ടാതെ വരുമ്പോൾ ഞാൻ ഇതിൻ്റെ ചാണകം മൂത്രമൊക്കെയാണ് അതിൽ കൊണ്ടുപോയി ഒഴിക്കുന്നത്. പിന്നെ അതിന് പുറമെ ഈ 5 വീട് ഉപയോഗിക്കുന്നുണ്ട്. അതിന് പുറമെ ജനറേറ്റർ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. പശുവിന് കഞ്ഞി വെക്കാൻ. പിന്നെ ഒരു 160 കൊപ്പര ഇപ്പൊ ഇന്ന് വൈകിട്ട് വെട്ടി വെച്ചാൽ നാളെ രാവിലെ നമുക്കത് നടത്താൻ പറ്റും. അങ്ങനെ ഒരു സിസ്റ്റം ഞാൻ ഉണ്ടാക്കിയിട്ടുണ്ട്. പശു ഇപ്പോൾ 13 എണ്ണം, കുട്ടികളടക്കം 20 എണ്ണം ഉണ്ട്. പിന്നെ ഒരുപാട് 100-ൽ പരം മാവുകൾ, ഓരോ മാവിലും പിന്നെ 5ഉം 6ഉം 10ഉം തരമൊക്കെ ഒട്ടിച്ചിട്ടുള്ള അങ്ങനെ ബഡ് ചെയ്തിട്ടുള്ള മാവുകളുണ്ട്. മറ്റുള്ള കൃഷികളും എല്ലാതും ഉണ്ട്. ഒരു 10-200 കോഴികൾ, അങ്ങനെ എല്ലാം ഉണ്ട്. ഇപ്പൊ ഞാൻ വിരിപ്പിച്ചിറക്കിയതാണ് ഒരു ബാച്ച്. എൻ്റെ 500 എണ്ണത്തിന്റെ ഇൻക്യുബേറ്റർ ഉണ്ട്, അതിൽ വിരിപ്പിക്കുന്നതാണ്. കോഴികൾ അത്യാവശ്യമൊക്കെ കൊടുക്കും. പിന്നെ ഞാൻ കൂടുതൽ ഇങ്ങനെ ഇവിടെ കണ്ടമാനം കോഴി വേണം എന്നുള്ള മുട്ടയ്ക്ക് ആൾക്കാർ ഇഷ്ടംമാതിരി വരുന്നുണ്ട്. അപ്പൊ അതിന്റെ ഒരു ചാത്തനൊക്കെ കൊടുക്കും. നന്നായിട്ട് പെടനെ കുറവാണ് കൊടുക്കുക.